റീസെന്റ് ഞാൻ കണ്ട ഒരു തെലുങ്ക് ഹൊറർ കോമഡി മൂവിയാണ് ശുഭം. ഈ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സമന്തയാണ്. പുള്ളിക്കാരി ചെറിയൊരു ക്യാരക്ടർ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗും മേക്കിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഒരു വൺ ലൈനുള്ള സ്റ്റോറിയാണ്. പക്ഷേ ഇതിന്റെ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ്. അത് നൈസ് ആയിട്ടാണ് അവർ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 3 ഫ്രണ്ട്സ്, അതിൽ ഓൾറെഡി രണ്ടുപേർക്ക് കല്യാണം കഴിഞ്ഞ ഒരു ഭയങ്കര സിഗ്മ മെയിലാണ്. വൈഫിനൊക്കെ കൺട്രോളിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതിൽ മൂന്നാമത്തെ ഒരാൾക്ക് റീസെന്റ് കല്യാണം കഴിയും. കല്യാണം കഴിഞ്ഞ കുട്ടി എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് സീരിയലും അങ്ങനത്തെ പ്രോഗ്രാം ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. സോ കല്യാണം കഴിഞ്ഞ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് 9 മണിയാകുമ്പോൾ പുള്ളിക്കാരി ഒരു സീരിയൽ കാണും. ഇതുവരെ സീരിയൽ ഇഷ്ടമില്ല, സീരിയൽ പോലത്തെ ഒരു പ്രോഗ്രാം കാണുന്നില്ല എന്ന് കല്യാണത്തിന് മുമ്പ് പറഞ്ഞ ആള് കറക്റ്റ് ആ ഒരു 9 മണിയാകുമ്പോൾ കല്യാണത്തിന് ശേഷം സീരിയൽ കാണാൻ തുടങ്ങും. അപ്പോൾ പുള്ളിക്കാരൻ പോയി ഇങ്ങനെ ഓക്കെ സീരിയലൊക്കെ കണ്ടത് മതി വാ പോന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര രീതിയിൽ ദേഷ്യപ്പെടും. അപ്പോൾ ഇയാൾ വിചാരിക്കും ഓക്കെ സീരിയൽ അല്ലേ, ക്ലൈമാക്സ് ഇതുകൊണ്ടായിരിക്കും ഈ ദേഷ്യം കാണിക്കുന്നത്. കാരണം പുതിയതൊന്നുമല്ല, ഒരുപാട് കാലമായിട്ട് 10,000 എപ്പിസോഡിന് മേളിലായി. ക്ലൈമാക്സ് ഇപ്പൊ വരും എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലാണ്. അതുകൊണ്ടായിരിക്കും ആ ഒരു ദേഷ്യം കാണിക്കുന്നത് അയാളെ വിട്ടുകളായി. പക്ഷെ ഇത് തന്നെ ഡെയിലി കറക്റ്റ് ഒരു 9 മണിയാകുമ്പോൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും പെട്ടെന്ന് പോയി സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ പുള്ളിക്കാരൻ പോയി ടി വി ഓഫ് ചെയ്താലോ അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കിയാലോ പെട്ടെന്ന് ദേഷ്യപ്പെടും. അതായത് ഒരു പ്രേതം കൂടിയത് പോലെയൊക്കെ നിന്ന് ഭയങ്കര രീതിയിൽ, അതായത് ഭയങ്കര സൂപ്പർ പവർ കിട്ടിയത് പോലെയൊക്കെ റിയാക്ട് ചെയ്യും. അപ്പൊ ഇയാളുടെ ഫ്രണ്ട്സിനോട് പോയി പറയും, അത് ഭയങ്കര സിഗ്മ മെയിലായിട്ടുള്ള 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരോട് പോയി കാര്യം പറയും, ഇങ്ങനെയാണ് എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നത്, അവള് കല്യാണത്തിന് മുമ്പ് സീരിയൽ കാണത്തില്ല, അതൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് പറയുമ്പോൾ അവർ പറയും എടാ ഞങ്ങളുടെ വീട്ടിൽ ഇതേ ഇഷ്യൂ ആണെന്ന് പറയും. പിന്നീടാണ് ഈ ഒരു കാര്യം പറയുന്നത്, ഈ നാട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലും ഇതേ ഒരു അവസ്ഥയാണ്. 9 മണിയാകുമ്പോൾ കറക്റ്റ് ലേഡീസ് ആ ഒരു ടി വിയുടെ മുമ്പിൽ പോയി ഒരു സീരിയൽ കാണും. അപ്പൊ അവർ ആരെങ്കിലും ശല്യപ്പെടുത്താൻ പോയാലോ അല്ലെങ്കിൽ ടി വി ഓഫ് ചെയ്യാനോ പോയാലോ അവരോട് ദേഷ്യപ്പെടും, ഭയങ്കര ഇതിൽ ദേഷ്യപ്പെടും, ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കും. അതായത് ഒരു പ്രേതം കൂടി ഒരാളെ പോലെ നിന്ന് റിയാക്ട് ചെയ്യും. ആൻഡ് ആ ഒരു സീരിയൽ കാണുന്ന ടൈമിൽ ഈ ലേഡീസിനൊക്കെ ഭയങ്കര പവറാണ്, ആര് പറയാനും ഒന്നും കേൾക്കത്തില്ല, ഭയങ്കര ദേഷ്യമായിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് അവർ മാറും ആ ഒരു ടൈം പീരീഡിൽ. ഇതൊരു വില്ലേജ് ആണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗും ആ ഒരു വില്ലേജിനെ ചുറ്റിപ്പറ്റി വിത്തിൻ ദ ഒരു വില്ലേജിന്റെ അകത്ത് ആ ഒരു ലിമിറ്റഡ് സ്പേസിലാണ് കഥ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത്. സോ പിന്നീട് എന്തുകൊണ്ടാണ് ഇവരുടെ വില്ലേജിൽ ഇങ്ങനത്തെ ഇവന്റ്സ് നടക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്നാണ് സിനിമ സംസാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഭയങ്കര വലിയ ഹൊറർ എലമെന്റ്സ് ഉള്ള ഒരു ഹൊറർ മൂവി ഒന്നുമല്ല, ഒരു ഹൊറർ കോമഡിയാണ്. സോ ആ ഒരു മൈൻഡിൽ കണ്ടാൽ മതി, അങ്ങനത്തെ ഒരു മൂവിയാണ്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കണ്ടന്റ് വളരെ നൈസ് ആയിട്ട് തന്നെ സിനിമയിൽ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അധികം ബോറടിപ്പിക്കാതെ തന്നെ മൂവിയുടെ സ്റ്റോറി മുന്നോട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഞാൻ ഈ പറഞ്ഞെന്ന് പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷ വെച്ച് വേറെ ലെവൽ ട്വിസ്റ്റ് ഒക്കെ വന്ന് അങ്ങനത്തെ രീതിയിലുള്ള ഒരു മൂവിന്നോ അല്ലെങ്കിൽ ഭയങ്കര ഹൊറർ ആയിട്ടുള്ള എലമെന്റ്സ് ഉള്ള മൂവിന്നോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൺ ലൈനിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു സ്റ്റോറിയാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക, മൂവി ഹോട്ട്സ്റ്റാറിലുണ്ട്. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.